കുഞ്ഞിന്റെ വായിൽ എങ്ങനെ വന്നത്? നീ ഏറ്റോ? നീ എന്താ ഏക്കാഞ്ഞേ? സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വെച്ച് 3 വയസ്സുള്ള കുട്ടിയുടെ സ്വർണ്ണ കുലുസ് മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. അഞ്ചൽ പടിഞ്ഞാറ്റിങ്കര സ്വദേശിനി സബീനയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:00ഓടെയായിരുന്നു സംഭവം. കുളത്തൂപ്പുഴയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത കോട്ടുക്കൽ സ്വദേശിനിയുടെ മകളുടെ 3/4 പവനോളം വരുന്ന കുലുസാണ് മോഷ്ടിച്ചത്. ഉടൻ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും 3 വയസ്സുകാരി സബീനയെ തിരിച്ചറിയുകയും ചെയ്തതോടെ പിടിവീഴുകയായിരുന്നു. എന്നാൽ പരിശോധനയിൽ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയതും വായിൽ ഒളിപ്പിച്ച സ്വർണം പുറത്തെടുത്ത സബീന വേഗം പുറത്തേക്ക് എറിയുകയായിരുന്നു. ഇത് കണ്ട പോലീസ് സ്വർണം കണ്ടെടുക്കുകയും സബീനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. മുമ്പ് സമാനമായി ഇവരെ പിടികൂടിയിരുന്നു. അന്ന് സ്വർണം തിരികെ ലഭിച്ചതിനെ തുടർന്ന് കേസെടുക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇക്കുറി പരാതിക്കാരി ഉറച്ചു നിന്നതോടെ സബീനയ്ക്ക് രക്ഷപ്പെടാനായില്ല. കുളത്തൂപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ കാലിൽ നോക്കിയപ്പോൾ കുലുസ് കാലിലുണ്ട്. ബസ് വരാൻ കുറേ ലേറ്റായി. അപ്പോഴേ ഒരു കുളത്തൂപ്പുഴ ബസ് വന്നു. അതിൽ കയറിയപ്പോഴത്തേന് സീറ്റിലിരിക്കാൻ പറ്റുമ്പോൾ മോള് പറഞ്ഞ് പിന്നെ എൻ്റെ കുലുസില്ല, ഊരിപ്പോയെന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയപ്പം കുലുസില്ല. അങ്ങനെ കൊച്ചു പറഞ്ഞ് ബ്ലാക്ക് ചുരിദാർ ഇട്ട് ആൻറ്റിയാണ് കൊണ്ടുപോയത്, ആൻറ്റി എടുത്തെന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞു. അവൾ ബ്ലാക്ക് കളർ പിന്നെ ബനിയനായിട്ടിരുന്നത്. അപ്പോഴത് നോക്കിയപ്പോഴത്തെ ബസ്സിൽ 3ാമത്തെ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കണ്ടക്ടറെല്ലാം വിളിച്ചു പറഞ്ഞു ആരും ബസ്സിൽ നിന്ന് ഇറങ്ങരുത്, ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്ന് നോക്കിയപ്പോഴത്തേനും അവർക്ക് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി. അങ്ങനെ ബസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ പിടിച്ചിറക്കി. അവരുടെ കൂടെ ഒരു മോനും ഉണ്ടായിരുന്നു. അടുത്തിടെ സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച് അഞ്ചലിൽ നിരവധി സ്വർണ്ണ കവർച്ചകൾ നടന്നിരുന്നു. കവർച്ചയ്ക്ക് പിന്നിൽ സബീന ഉൾപ്പെടുന്ന സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് അഞ്ചൽ പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സബീനെ വൈദ്യപരിശോധനയും തെളിവെടുപ്പും പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, അഞ്ചൽ.